ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ WP/C നമ്പർ 1502 വിധി മാനിച്ചുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. BJPയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസാധുവാക്കിയിരിക്കുന്നത്. അസാധു ആക്കപ്പെട്ട കൗൺസിലർമാരുടെ എണ്ണവും ആകെ BJPയുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ട സ്ഥാനത്ത് രാഷ്ട്രീയ അജണ്ടകൾക്കനുസരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നിയമവ്യവസ്ഥയുടെ എതിരെയുള്ള വെല്ലുവിളിയാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ കൗൺസിലിൽ ഇത്രയും കാലം ഇവർ ഇരുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. നിയമം അറിഞ്ഞുകൂടാത്തവരല്ല. നിയമം പഠിപ്പിക്കാൻ വരുന്ന BJPക്ക് അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയില്ല എന്നുള്ള കാര്യം ഇപ്പോൾ മനസ്സിലായി. അല്ലെങ്കിൽ നിയമവ്യവസ്ഥയും അവർ മാനിക്കുന്നില്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. 1995 മുനിസിപ്പാലിറ്റി ആക്ട് അനുശാസിക്കുന്ന നിയമങ്ങൾ ലംഘിച്ച് ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത BJPയുടെ നടപടിക്ക് ഹൈക്കോടതിയിൽ നിന്നും ശക്തമായ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഈ സത്യപ്രതിജ്ഞ ലംഘനം വഴി ഭരണഘടനയുടെ തത്വങ്ങളെയും ലംഘിച്ചിരിക്കുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ 40 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം വികസനത്തിനായി പ്രത്യേക ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമെന്ന് BJP നേതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ബ്ലൂ പ്രിന്റ് എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. കേന്ദ്ര സഹായം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് സാധാരണക്കാരന് കുടിവെള്ളം, തെരുവ് വിളക്ക് പോലും ഉറപ്പാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല. വേപ്പറ്റിയുടെ ശല്യം കാരണം ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കുവാൻ BJP ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. വികസന കാര്യങ്ങളിലോ ജനങ്ങളുടെ പ്രശ്നത്തിലോ ശ്രദ്ധിക്കാതെ കൗൺസിലിന് അകത്തും പുറത്തും അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് BJP ശ്രമിക്കുന്നത്. തൊണ്ണൂറ്റഞ്ചിലെ കേരള മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ എന്നിവരുടെ സത്യപ്രതിജ്ഞ ചട്ടങ്ങൾ പ്രകാരം അതിലെ 3ാമത്തെ വകുപ്പ് പ്രകാരമാണ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ പറയുന്നത്. ഇത് എല്ലാ കൗൺസിലർമാർക്കും പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ്. ഒരു അബദ്ധം പറ്റി പറഞ്ഞതല്ല. ഇതിൽ സത്യപ്രതിജ്ഞ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നതിന് സാധിക്കാതെ വരുന്ന അതിന് മുമ്പത്തുള്ള കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ 143-ാം വകുപ്പ് 1 ഉപവകുപ്പ് പ്രകാരം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യേണ്ട ടൗൺ പഞ്ചായത്തിലെയോ മുനിസിപ്പൽ കൗൺസിലിലെയോ മുനിസിപ്പൽ കോർപ്പറേഷനിലെയോ ഓരോ കൗൺസിലറും തന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്തിരിക്കേണ്ടതാണ്. അങ്ങനെ ദൃഢപ്രതിജ്ഞയും ചെയ്തിരിക്കേണ്ടതാണെന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞ പ്രകാരം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യുന്നതിന് സാധിക്കാതെ വന്ന ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലർ അപ്രകാരമുള്ള പ്രതിജ്ഞ എടുക്കുവാൻ സെക്രട്ടറിക്ക് രേഖാമൂലം മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം ചെയർപേഴ്സൺ മുൻപാകെ ചെയർപേഴ്സൺ നിർദ്ദേശിക്കുന്ന ഒരു ദിവസം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. കൗൺസിലർമാരുടെ പ്രതിജ്ഞയെടുക്കൽ വിവരം 1-ാം നമ്പർ ഫോറത്തിൽ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് രേഖപ്പെടുത്തേണ്ടതാണ്. റിട്ട് ഹർജി നിങ്ങൾ കണ്ടു കാണും, വായിച്ചു കാണും. അതിലെ WPC നമ്പർ 1502 2026 4 മുതൽ 21 വരെയുള്ള എതിർകക്ഷികൾ എടുത്ത സത്യപ്രതിജ്ഞ അസാധുവായി പ്രഖ്യാപിക്കുന്നു. കോടതിയുടെ ഡിക്ലറേഷനാണ്. ഈ വിധി പകർപ്പിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്
ലഭിച്ച തീയതി മുതൽ 4 ആഴ്ചയ്ക്ക് 4 മുതൽ 21 വരെയുള്ള എതിർകക്ഷികൾക്ക് വീണ്ടും ഒരു സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി ഉള്ള ഒരു അവസരം ഒരുക്കാം എന്നുള്ളതാണ്. ഇത് ധൃതി പിടിച്ച് 4:30 മണിക്ക് കോർപ്പറേഷൻ ഓഫീസിലെ ഏതോ ഒരു മുറിയിൽ കൊണ്ടുവച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതൊരു സത്യപ്രതിജ്ഞയായിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ബഹുമാനപ്പെട്ട കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കൗൺസിൽ ഹാളിൽ വെച്ച് കൗൺസിൽ യോഗത്തിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റു കൗൺസിലർമാർ എങ്ങനെയാണോ സത്യപ്രതിജ്ഞ ചെയ്തത് അതേ രീതിയിൽ കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കൗൺസിലർമാർ പങ്കെടുത്തുകൊണ്ട് എടുത്ത എല്ലാ തീരുമാനങ്ങളും റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൗൺസിലുടെ അധികാരം ഇല്ലാതെയാണ് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഭരണഘടനയെ ആക്ഷേപിച്ചതിന്റെ പേരിൽ ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനയും ഉദ്ധരിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ വാചകം ചൊല്ലേണ്ടത്. അതാണ് ലംഘനം നടത്തിയിരിക്കുന്നത് ഇവിടെ.